പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് അപ്പോൾ സർവകലാശാലയിൽ ഒരു ഫയൽ പോലും നീങ്ങുന്നില്ല. സർവകലാശാലയിലെ ഫയല് രജിസ്ട്രാർക്ക് അയക്കണോ, ഏത് രജിസ്ട്രാർക്ക് അയക്കണം? പുതിയ വൈസ് ചാൻസലർ വെച്ച രജിസ്ട്രാർക്ക് അയക്കണോ, അല്ലെ സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർക്ക് അയക്കണോ എന്ന് കേരള യൂണിവേഴ്സിറ്റിയിൽ ആർക്കും അറിയില്ല. അപ്രോപ്രിയേറ്റ് അതോറിറ്റി തീരുമാനമെടുക്കും എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ട് ചാൻസലർ കൂടിയായ ഗവൺമെൻറ് ഒരു തീരുമാനവും ഇപ്പോൾ എടുക്കുന്നില്ല. ഈ വൈസ് ചാൻസലർ രാജ്ഭവൻ്റെ ആളാണ് എന്ന് പറഞ്ഞ് വൈസ് ചാൻസലർക്കെതിരായി സമരം നടത്തുകയാണ്. ഈ വൈസ് ചാൻസലർ ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആക്കിയത് ആരാണ്? പിണറായി ഗവൺമെൻറ് തന്നെയാണ് ആക്കിയത്. അദ്ദേഹത്തിന് അഡീഷണൽ ചാർജാണ് രാജ്ഭവൻ കൊടുത്തത്. അപ്പോൾ ഈ മോഹനൻ കുന്നുമ്മൽ എന്ന് പറയുന്ന വൈസ് ചാൻസലർക്കെതിരായി സമരം ചെയ്യുമ്പോൾ ആ വൈസ് ചാൻസലർ ഇപ്പോൾ സംഘപരിവാറാണ് എന്നാണ് SFIയും CPMും ആക്ഷേപിക്കുന്നത്. സംഘപരിവാറുകാരനാണ് വൈസ് ചാൻസലറെങ്കിൽ അദ്ദേഹത്തെ ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആക്കിയത് ആരാണ്? പിണറായി സർക്കാരാണ് ആക്കിയത്. അപ്പോൾ അദ്ദേഹം പരിശോധിച്ചില്ലേ? സംഘപരിവാറുകാരനാണ്, സംഘിയാണ് എന്ന് പരിശോധിച്ചില്ലേ? അപ്പോൾ ഇവർ തന്നെയാണ് കുഴപ്പത്തിന്. കിം പരീക്ഷയുടെ ബലം എന്താണ് സ്ഥിതി? സർക്കാർ ഒരിക്കലും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം അവസാന ഘട്ടത്തിൽ പ്രോസ്പെക്ടസ് തിരുത്തി എത്രയോ കുട്ടികളുടെ ഭാവിയാണ് അനിശ്ചിതത്വത്തിലായത്. എന്തൊരു സംഘർഷമാണ്! എത്രയോ കുടുംബങ്ങളിലാണ് ആളുകൾക്കെല്ലാം മാനസികമായ സംഘർഷം, കുട്ടികൾക്കും. എന്നിട്ടും ഇപ്പോഴും ന്യായീകരിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ഒരു റിപ്പോർട്ടും ഇല്ല. ഇങ്ങനെ ഈ പ്രോസ്പെക്ടസിൽ ഭേദഗതി വരുത്തരുത് എന്നാണ് അന്വേഷണ റിപ്പോർട്ട് കൊടുത്തിരുന്നത്. എന്നിട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് ഭേദഗതി വരുത്തിയത്? ഭേദഗതി വരുത്തി ആ കിം പരീക്ഷാഫലത്തെ മുഴുവൻ അട്ടിമറിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കൂടി ഇവർ കുളമാക്കി മാറ്റി.